what is the secret of spiritual blessings? എന്താണ് ആത്മീക അനുഗ്രഹങ്ങളുടെ രഹസ്യം? ആത്മീക അനുഗ്രഹങ്ങളിൽ മാത്രം ഇന്നത്തെ സന്ദേശം ഒതുങ്ങില്ല. കർത്താവ് സ്പിരിച്വൽ നീഡുകളെ മാത്രം മീറ്റ് ചെയ്ത ദൈവമല്ല, നിങ്ങളുടെ മെറ്റീരിയൽ നീഡ്സിനെയും കർത്താവ് മീറ്റ് ചെയ്യും. നമുക്കൊരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. 1 Samuel chapter 2 verse 30. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവരെ നിന്ദിതരാകും, നിന്ദിതർ ആക്കും. ഇത് യഹോവ അരുളി ചെയ്യുന്ന ഒരു അരുളപ്പാടാണ്. ഇത് ദൈവം മനുഷ്യന് നൽകിയ വാഗ്ദത്വവും വാഗ്ദാനവുമാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെയും എൻ്റെ നാമത്തെയും നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. ഞാൻ നിങ്ങളോട് ഈ മെസ്സേജിന്റെ പ്രാരംഭ സമയത്തിൽ പറയാനിടയായി, അബ്രഹാം മാനിക്കപ്പെട്ടതിൻ്റെ പിറകിൽ ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്ത് പരാജിതനായതിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ ഭാര്യ സാറ അനുഗ്രഹിക്കപ്പെട്ടവളായതിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയതിന്റെ പിറകിലും ആ പരാജയത്തിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരുന്ന നിരാശനായിരുന്ന പത്രോസ് എന്ന മനുഷ്യൻ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായി തീർന്നതും, വാക്കുകൾക്ക് പോലും വിലയില്ലാത്ത ആ മനുഷ്യന്റെ നിഴലിന് പോലും വിലയുണ്ടായതിന്റെയും പിറകിൽ ഒരു ജീവിത രഹസ്യമുണ്ട്. ദൈവസഭയെ മുടിച്ച് ഉപദ്രവിച്ച് നടന്ന ശൗൽ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായി മാറിയതിന്റെ പിറകിൽ അവന്റെ കയ്യാൽ അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടന്നതിന്റെ പിറകിൽ അസാധാരണമായ ഒരു ജീവിത രഹസ്യം പൗലോസിന്റെ ലൈഫിൽ, പൗലോസിന്റെ ചരിത്രത്തിലുണ്ട്. സ്തോത്രം. ഈ രാത്രിയിൽ മാനിക്കപ്പെടുവാൻ താല്പര്യമുള്ളവർ ഈ ഭാഗം ശ്രദ്ധിക്കുക. എൻ്റെ ദേശത്തിൽ, എൻ്റെ കുടുംബത്തിൽ, സഭയിൽ, സഹോദരങ്ങളുടെ മധ്യേ എന്നെ ദൈവമാക്കിയിരിക്കുന്ന മേഖലകളിൽ എനിക്ക് മാനിക്കപ്പെടണം, മാന്യതയുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദൈവം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. ഇത് മനുഷ്യൻ പറഞ്ഞതല്ല. ഇത് ഏതെങ്കിലും ഒരു വ്യക്തികൾ നിന്ദിക്കുന്ന നിന്ദയല്ല. ഇതേതെങ്കിലും ഒരു വ്യക്തികൾ മാനിക്കുന്ന മാന്യതയുമല്ല. ഒരു സംഘടന തരുന്ന മാന്യതയോ, ഒരു സമുദായം തരുന്ന മാന്യതയോ, മാതാപിതാക്കൾ തരുന്ന മാന്യതയോ, വാക്കുപാറുന്ന മനുഷ്യൻ തരുന്ന ഒരു മാന്യതയോ അല്ല. സർവശക്തനാകുന്ന ദൈവത്തിൽ നിന്നും വെളിപ്പെട്ടു വരുന്ന ഒരു മാന്യതയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യസനത്തോടെ ഒരമ്മ പ്രസവിച്ച മകനാണ് യബസ്. ഒരു വ്യസനപുത്രനായി തീർന്നതുകൊണ്ട്, അവനെ പ്രസവിച്ചത് കൊണ്ട് തന്നെ ആ കുടുംബത്തിന് തകർച്ചകൾ ഉണ്ടായതുകൊണ്ട്, ഇങ്ങനൊരു മകനെ പ്രസവിക്കണ്ടായിരുന്നു എന്ന് ആ അമ്മ ചിന്തിച്ചത് കൊണ്ട് അവനെ യബ്ബേസ് എന്ന പേർ വിളിച്ചു എന്നാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ യബ്ബേസ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, യബ്ബേസ് തന്റെ ദൈവത്തോട് നിലവിളിച്ചു. ആ ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യബ്ബേസ് തന്റെ സഹോദര വർഗങ്ങളെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നു. ഏത് പരാജിതനെയും, ഏതു തകർന്നവനെയും, മാതാപിതാക്കളും കുടുംബവും ദേശവും സമൂഹവും വിധി എഴുതിയവനെയും
മാനിക്കുവാൻ, ഉയർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. എത്ര വലിയ നിന്ദിതനെയും മാന്യതനാക്കാൻ, മാനിക്കുവാൻ, നിന്നയുടെ പടുകുഴിയിൽ കിടക്കുന്ന, നിന്നയുടെ പൊട്ടക്കിണറിൽ കിടക്കുന്ന, നിന്നയുടെ അടിമച്ചന്തയിൽ കിടക്കുന്ന, നിന്നയുടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന, നിന്ന അനുഭവിക്കാവുന്നതിന്റെ മാക്സിമത്തിൽ നിൽക്കുന്ന ജോസഫിനെ പോലുള്ള ഒരു വ്യക്തിയെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കി, പ്രൈം മിനിസ്റ്ററാക്കി മാനിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. 3000-ഓളം ഒട്ടകവും ആടുമാടുകളും വസ്തുക്കളുമുള്ള ഇയ്യോബ് എന്ന മനുഷ്യൻ, വെണ്ണ കൊണ്ട് കാല് കഴുകുന്ന മനുഷ്യൻ, പട്ടണത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കുമ്പോൾ വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ജോബിനെ ആദരിക്കും. യൗവനക്കാർ വായ്പൊത്തി മാറി നിൽക്കുന്ന അസാധാരണമായ ജ്ഞാനമുള്ള മനുഷ്യൻ, അസാധാരണമായ സാമ്പത്തിക ഭദ്രതയുള്ള മനുഷ്യൻ, അസാധാരണമായ വസ്തുവകകളും ആടുമാടുകളും മൃഗസമ്പത്തും ധനസമ്പത്തും പുത്രസമ്പത്തുമുള്ള മനുഷ്യൻ. ആ ജോബിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരോട്ടുകഷ്ടം മാത്രമുള്ളവനാക്കി മാറ്റുവാൻ, എല്ലാം ഉണ്ടായിരുന്ന ജോബിനെ ഒന്നുമില്ലാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 100 നിന്നവനെ 0യിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ആ ജോബ് 0യിൽ നിൽക്കുമ്പോഴും ജീവനുള്ള ദൈവത്തെ മാനിച്ചതിനാൽ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു, തിരുവെടുത്ത് പറയുന്നു, ഇയ്യോബിനെ ആദ്യകാലങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചതിനേക്കാൾ അധികം പിന്നത്തേതിൽ ദൈവം അനുഗ്രഹിച്ചു. അതെ, ആടുമാടുകളും വസ്തുവകകളും പുത്രി സമ്പത്തുകളുമുള്ള മനുഷ്യനെ ഒരോട്ട് കഷ്ണമുള്ളവനാക്കി മാത്രം മാറ്റി തന്റെ വ്രണം ചുരുണ്ടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ആ സാഹചര്യത്തിൽ നിന്നും ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതെ ദൈവമുഖം അന്വേഷിച്ച ജോബിനെ ഒറ്റ നിമിഷം കൊണ്ട് സകല സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ഉടമസ്ഥനാക്കി തീർക്കുവാനും ജീവനുള്ള ദൈവത്തിന് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ തിരുവെഴുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യകരമാണ്. എന്നെ നിന്നയുടെ പടുകുഴിയിൽ നിന്ന് മാന്യതയുടെ ഉച്ചസ്ഥായിലെത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്നാൽ എല്ലാ മാന്യതയുടെയും, എല്ലാ പദവിയുടെയും, പണത്തിൻ്റെയും, ഹുങ്കിൻ്റെയും, അഹങ്കാരങ്ങളുടെയും മധ്യേ ജീവിക്കുന്നവനെ, ഞാനാണ് ഏറ്റവും വലിയ മനുഷ്യൻ, ബാക്കിയുള്ളവരെല്ലാം കുറവുള്ളവരാണ്, അവൻ കള്ളനാണ്, ഇവൻ കള്ളനാണ്, അവള് കള്ളിയാണ്, അവരിങ്ങനാണ്, ഇവനിങ്ങനാണ്, ഞാൻ മാത്രം പെർഫെക്റ്റ് എന്ന് പറയുന്ന വ്യക്തിയെ ഒറ്റ നിമിഷം കൊണ്ട് പൊളിച്ചടുക്കി നിന്നെ നിന്നാപാത്രത്തിന്റെ ഉച്ചസ്ഥായിലെത്തിക്കുവാനും ഈ ദൈവത്തിന് കഴിയും. എന്നാൽ ദൈവം തന്റെ വ്യവസ്ഥയെ തെറ്റിക്കില്ല. അവനെ മാനിക്കുന്നവരെ അവൻ മാനിച്ചിരിക്കും, അവനെ സ്നേഹിക്കുന്നവരെ അവൻ മറന്നുകളയില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഈ സർവീസിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, മാനിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കുറുക്കു വഴികളൊന്നും അതിനില്ല. ഷോർട്ട് കട്ടുകളിൽ എപ്പോഴും മനസ്സിലാക്കുക, വിശുദ്ധ ബൈബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ബൈബിൾ എന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ തിരുവെഴുത്തുകൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ആ തിരുവെഴുത്തുകളുടെ താളുകൾ പരിശോധിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള യാതൊരു കുറുക്കു വഴികളും അതിൽ എഴുതിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു, ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ ട്രാക്കിൽ നിങ്ങൾ ഓടുമ്പോൾ മറ്റ് കുറുക്കു വഴികളില്ല, ബൈപ്പാസ് റോഡുകളില്ല. നമ്മൾ പറയില്ലേ, നല്ല ബ്ലോക്കാണ്, അതുകൊണ്ടൊരു ബൈപ്പാസ് റോഡ് എടുത്ത് ഞാനിഞ്ഞ് പോരുന്നു, എനിക്ക് മറ്റൊരു വഴി അറിയായിരുന്നു, അതുകൊണ്ട് ആ ടേൺ എടുത്ത് ഞാനിങ്ങോട്ട് ഇഞ്ഞ് പെട്ടെന്ന് എത്തി. അങ്ങനെ എത്താൻ പറ്റില്ല. ഇതിന് ബൈപ്പാസുകളില്ല, ഇതിന് കുറുക്കു വഴികളിൽ. ഇത് സ്ട്രൈറ്റ് റോഡാണ്. ഈ റോഡിലൂടെ നാം ഓടേണ്ടത് നേരെയാണ്, വളഞ്ഞ വഴിയിലൂടെ അല്ല. വിശുദ്ധ ബൈബിൾ ഒരിക്കലും വളഞ്ഞ വഴിയിലൂടെയുള്ള പണസമ്പാദനത്തെ പ്രശംസിക്കുന്നില്ല. വളഞ്ഞ വഴികളിലൂടെയുള്ള
യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നില്ല. ഈ പുസ്തകം സത്യവേദ പുസ്തകമാണ്. സത്യസന്ധതയ്ക്കും നീതിക്കും വില കൽപ്പിക്കുന്ന പുസ്തകമാണ്. സത്യസന്ധന്മാർ, നീതിയോടെ ജീവിച്ചവർ, അനുഗ്രഹിക്കപ്പെട്ട ചരിത്രവും, സത്യമില്ലാത്തവർ, കുറുക്കുവഴികൾ തിരഞ്ഞെടുത്തവർ, ഒരു കാലഘട്ടത്തിൽ അവർ പറന്നുയർന്നെങ്കിലും അവരെന്തോ വലിയ സംഭവമായി തീർന്നു എന്ന് അവർക്കൊക്കെ തോന്നിയെങ്കിലും പിന്നത്തേതിൽ അവരുടെ വീഴ്ച ലോകം മുഴുവൻ കണ്ട സാഹചര്യങ്ങളും ഈ പുസ്തകത്തിൽ വ്യക്തമാണ്. ഇതിനകത്ത് നമുക്ക് ഉടനീളം ദൈവം എഴുന്നേൽപ്പിച്ചവരെയും വീണവരെയും നമുക്ക് കാണാം. വീണവരെയും എഴുന്നേറ്റവരെയും നമുക്ക് കാണാം. അനുഗ്രഹിക്കപ്പെട്ടവരെയും പരാജയപ്പെട്ടവരെയും നമുക്ക് കാണാം. അതുകൊണ്ട് ഇതുപോലൊരു പുസ്തകം ഉലകത്തിലില്ല എന്ന് ഞാൻ എന്നും പ്രസംഗിക്കുന്നു, ഇന്നും പ്രസംഗിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, പ്രധാനമായും ആരെയൊക്കെ ബഹുമാനിക്കണം. ഒന്ന് രണ്ട് വാക്കുകൾ മാനിക്കുക എന്നുള്ള ഭാഗത്ത് നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മക്കളെ, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ആർക്കാണിത് വേണ്ടാത്തത്? ദീർഘായുസ് നിങ്ങൾക്ക് വേണ്ടേ? നന്മ നിങ്ങൾക്ക് വേണ്ടേ? നന്മയുണ്ടാകാൻ, ദീർഘായുസ് ഉണ്ടാകാൻ ഉപവാസ പ്രാർത്ഥനയിൽ പോയിരുന്ന് തമ്പേറടിക്കണം എന്നാണോ എഴുതിയിരിക്കുന്നത്? നന്മയുണ്ടാകാൻ, ദീർഘായുസ് ഉണ്ടാകാൻ ഇപ്പൊ കൈയടിക്കുന്ന ഓളിയത്തിൽ അടിച്ചാൽ പോരാ, കുറച്ചും കൂടെ ശബ്ദത്തിൽ അടിക്കണമെന്നാണോ എഴുതിയിരിക്കുന്നത്? നന്മയുണ്ടാകാൻ, ദീർഘായുസ് ഉണ്ടാകാൻ മാനുഷികമായ ഏതെങ്കിലും കർമ്മ ആചാരങ്ങൾ ചെയ്യണം എന്നാണോ എഴുതിയിരിക്കുന്നത്? ഒന്നുമില്ല. നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കുക. അപ്പനെയും അമ്മയും ബഹുമാനിക്കുമ്പോൾ, അപ്പനെയും അമ്മയും സ്നേഹിക്കുമ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുന്നതായ ഒരു അനുഗ്രഹമുണ്ട്. അത് ദീർഘായുസാണ്, അത് നന്മയാണ്, ഇത് ദൈവം തന്ന വാഗ്ദത്തമാണ്. ഇന്ന് രാത്രി ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ജനിപ്പിച്ച അപ്പനെയും ജന്മം നൽകിയ അമ്മയെയും ബഹുമാനിക്കാതെ പാട്ടുകൾ പാടിയത് കൊണ്ട് എന്താണ് പ്രയോജനം? കൈ ആഞ്ഞടിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? കുറേ കൂടെ സമയം അന്യഭാഷ ഉച്ചത്തിൽ പറഞ്ഞത് കൊണ്ട് എന്താണ് പ്രയോജനം? സഹോദരങ്ങളെ, എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. നിങ്ങളുടെ അനുഗ്രഹത്തിനായി, നിങ്ങളുടെ നന്മയ്ക്കായി ദൈവവചനം തുറന്നു വെച്ച് ബൈബിളിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. അപ്പന്റെയും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് സഹോദരങ്ങളെ. ഒരു വലിയ പാസ്റ്റർ, നമ്മളൊക്കെ അങ്ങനെ പറയുന്നവരാ, അങ്ങനെ ആരും ഇല്ല, നമുക്കറിയാം. വലിയവനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ പറയുന്ന വെച്ചൊരു വലിയ പാസ്റ്റർ, ആ മനുഷ്യൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനേക്കാളും ഒരു സായിപ്പ് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഇംഗ്ലീഷുകാരൻ ശുശ്രൂഷകൻ വന്ന് നിങ്ങളുടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ് നിന്റെ അപ്പന്റെയും അമ്മയുടെയും നിറകണ്ണുകളോടുകൂടെയുള്ള ആശീർവാദം. നിനക്ക് നന്മയുണ്ടാകാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. താങ്ക് യു ജീസസ്. എന്താണ് അനുഗ്രഹത്തിന്റെ രഹസ്യം? സീക്രട്ട് ഓഫ് ബ്ലെസ്സിംഗ് കേട്ടോണ്ടിരിക്കുന്നേ. നമ്മൾ വിചാരിച്ചു പകരട്ടെ, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് വരുന്നൊരു സാധനമാണല്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്
അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും നീ പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ സകലത്തിലും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, നിന്നെ വാലല്ല തലയാക്കും. ആരെയാ? നിന്റെ ദൈവമായ യഹോവയുടെ വചനം, അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ, ദൈവം നമുക്ക് മേൽ വെച്ചിരിക്കുന്നതായ ഓരോ അധികാരങ്ങളുണ്ട്, അധികാരികളുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് വിധേയപ്പെടട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ അത് ദൈവത്താൽ നിയമിതമായിരിക്കുന്നു, അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൻ എത്ര മദ്യപാനിയാണെങ്കിലും അപ്പനെ നിനക്ക് മാറിയെടുക്കാൻ പറ്റില്ല. അമ്മ എത്ര കഴിവുകെട്ടവളാണെങ്കിലും അമ്മച്ചിയെ, അമ്മയെ നിനക്ക് മാറിയെടുക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ മാറിയെടുക്കാൻ പറ്റാത്ത ചിലതുണ്ട്. മാതാപിതാക്കളെ മാറിയെടുക്കാൻ പറ്റില്ല. സ്വന്തം അമ്മയെ സ്നേഹിക്കാതെയും ജന്മം നൽകിയ അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ വേറെ ആരെയെങ്കിലും ഒക്കെ പോയി അമ്മച്ചി, അമ്മേ, മമ്മി, ഡാഡി എന്നൊക്കെ വിളിക്കും അവരുടെ സ്നേഹം കിട്ടാൻ. നീ ഓർക്കണം, വേറെ ഏത് വ്യക്തികളെ മമ്മി, അമ്മേ, ഡാഡി എന്നൊക്കെ വിളിച്ചാലും ദൈവം നിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരമ്മേ ഉള്ളൂ, ഒരപ്പനേ ഉള്ളൂ, രണ്ടെണ്ണം ഇല്ല. അവരാണ് നിന്റെ അമ്മ, അവരാണ് നിന്റെ അപ്പൻ, അതാണ് നിന്റെ പിതാവ്. ആ വ്യക്തികൾക്ക് കടപ്പെട്ടിരിക്കുന്നത് ചെയ്യുക. ആ വ്യക്തികൾക്ക് ദൈവവചനാടിസ്ഥാനത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ചെയ്യുക. നന്മയുണ്ടാകാൻ, ദീർഘായുസ്സുണ്ടാകാൻ. സ്തോത്രം. നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ആയുസോട്ടിരുന്നല്ലേ പറ്റൂ. ആ ആയുസ് ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് മീതെ ഉള്ളവരെ ആരെയും അപമാനിക്കരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗുരുത്വം ഉണ്ടാകണം, ഗുരുത്വം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഗുരുത്വമില്ലാത്തവൻ എത്ര കരുത്തനായാലും കരുതിക്കൂട്ടി വരുത്തും അവൻ വിനകളേറെ. ഗുരുത്വമില്ലാത്തവൻ എത്ര കരുത്തനായാലും കരുതിക്കൂട്ടി അവൻ വരുത്തും വിനകളേറെ. ഗുരുത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഗുരുത്വം ഉണ്ടാകണം. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വിധേയപ്പെടുവീൻ. ചില വീട്ടിൽ ഭർത്താവ് ഭാര്യയാണ്, ഭർത്താവിന് അവിടെ പ്രത്യേകിച്ച് യാതൊരു റോളുകളുമില്ല. ഒരാൾ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ തിരിച്ചറിയണം, സ്ത്രീ സ്ത്രീയാണ്, പുരുഷൻ പുരുഷനാണ്. പുരുഷൻ തലയാണ്, സ്ത്രീ തലയല്ല. പുരുഷനോട് ചേർന്നിരിക്കുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. തക്ക തുണയായിരിക്കുവാൻ, സഹായമായിരിക്കുവാൻ, നന്മയായിരിക്കുവാൻ. തലയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, തലയ്ക്കാണ് സബ്മിസീവായിരിക്കേണ്ടത്. ഭർത്താവിനെ സ്നേഹിക്കാത്ത ഒരു ഭാര്യയാണോ നിങ്ങൾ? എങ്ങനെ ബഹുമാനിക്കും? എങ്ങനെ സ്നേഹിക്കും? ഇങ്ങനെയൊക്കെയല്ലേ? എങ്ങനെയോ ആകട്ടെ, തിരിച്ചറിയുക, മരണത്താലല്ലാതെ വേർപിരിയാത്തൊരു ബന്ധമാണത്. അപ്പനെയും അമ്മയും വിട്ടു പറ്റിച്ചേരുന്ന ഒരു ബന്ധമാണത്. ആ ബന്ധത്തിന്റെ ആഴം അതിശക്തമാണ്. അത് ദൈവം ഭയങ്കരമായ വില കൽപ്പിക്കുന്ന ഒരു ബന്ധമാണ്. അതിനെ വില കുറച്ച് കാണരുത്.
ചില സഹോദരിമാരുണ്ട്, അവരുടെ ഭർത്താവിന് അവരൊരു വിലയും കൊടുക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താവിനെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കും. ഞാൻ ഇങ്ങനെ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന ഒരു പദം ഞാൻ വായിച്ചിട്ടുണ്ട്. ഭാര്യമാരോട് പറയുകയാണ്, നിന്റെ ഭർത്താവിനെ കേവലം ഒരു ഭിക്ഷക്കാരനെ പോലെ നീ കണ്ടും പറഞ്ഞും നീ ഒരു ഭിക്ഷക്കാരിയായി ജീവിക്കാതെ നിന്റെ ഭർത്താവിനെ ഒരു രാജാവിനെ പോലെ കൊണ്ടു നടന്ന് നീ ഒരു രാജ്ഞിയായി ജീവിക്കുക. നിന്റെ ഭർത്താവിനെ ഒരു ഭിക്ഷക്കാരനായി കണ്ട് ഒരു ഭിക്ഷക്കാരിയായി നീ ജീവിക്കാതെ നിന്റെ ഭർത്താവിനെ ഒരു രാജാവിനെ പോലെ കൊണ്ടു നടന്ന് സ്നേഹിച്ച് ബഹുമാനിച്ച് നീ ഒരു രാജ്ഞിയായി ജീവിക്കുക. അതല്ലേ മാന്യതയുള്ള ജീവിതം. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ പിറകിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. സഭയിൽ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ പിറകിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആത്മീക ശുശ്രൂഷകളിൽ ചിലർ പ്രയോജനപ്പെടുന്നതിന് പിറകിൽ അവരുടെ ജീവിതത്തിൽ ഒരു ജീവിത രഹസ്യമുണ്ട്. കുത്തഴിഞ്ഞ ഒരു പുസ്തകമല്ല ക്രിസ്തീയ ജീവിതം. മതിൽക്കെട്ടുകളില്ലാതെ പൊളിഞ്ഞു കിടക്കുന്ന എന്തുമാകാമെന്നുള്ള നിലവാരത്തിൽ പോകുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ഒരു വ്യവസ്ഥയിലും ഒരു ക്രമത്തിലും പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ വ്യവസ്ഥകൾ ഈ ക്രമം തെറ്റുമ്പോഴാണ് അത് അതിക്രമങ്ങളാകുന്നത്. ആ ക്രമത്തിൽ നിൽക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സകലതും ശാന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ദൈവം വെച്ചിരിക്കുന്ന ദൈവിക ക്രമങ്ങളെ ഒരിക്കലും ജീവിതത്തിൽ തെറ്റിക്കരുത്. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ഇന്ന് ലോകത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്നതായ ഈ പ്രതിസന്ധികൾക്കൊക്കെയും കാരണം, ദേശം ദുഃഖിക്കുന്നതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വായിപ്പിച്ച് കേൾപ്പിച്ചതാണ്. എന്തുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു? ദേശത്തിൽ സത്യമില്ല, ദേശത്തിൽ നീതിയില്ല, അനീതികൾ കൊണ്ട് ദേശം നിറഞ്ഞിരിക്കുന്നു. ആത്മീക ലോകം പോലും കപടധാരികളെ കൊണ്ടും കച്ചവടമായി തീർന്നിരിക്കുന്നു. സ്നേഹം നിർവ്യാജ്യമായി കൊണ്ടിരിക്കുന്നു. ബഹുമാനിക്കുന്നവരില്ലേ ഇല്ല. അങ്ങനെ ഒരു കാലഘട്ടം വന്നിരിക്കുന്നു. ദൈവത്തിന് പൊറുതിമുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന് സഹിക്കാൻ മേല. ഒരിക്കൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു പോയത് കൊണ്ട് സങ്കടപ്പെട്ടതുപോലെ വളരെ പ്രതീക്ഷയോടെ ദൈവം നോക്കി നിന്ന പലതും ട്രാക്ക് തെറ്റി ഓടുകയാണ്, പ്രതീക്ഷകൾക്ക് വിരോധമായി പോകുകയാണ്. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പറയും, അത് ഞാനല്ല, അത് നീയാണ്, അത് അവരാണ്, ഇവരാണ്. അല്ല, നിന്നോട് തന്നെയാണ് ദൈവം ഇടപെടുന്നത്. മറ്റൊരാളുടെ മുമ്പിലേക്ക് നീ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നിന്നെ ചൂണ്ടുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ മനസ്സാന്തരപ്പെടുക, മടങ്ങി വരിക, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. താങ്ക് യു ജീസസ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 32-ാമത്തെ വാക്യം. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കണം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിതാവിനെ ഒരു മകൻ ഉപദ്രവിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. സുബോധം നഷ്ടപ്പെട്ടു പോയോ മനുഷ്യർക്ക്? നരച്ചവന്റെ മുമ്പിൽ എഴുന്നേൽക്കണമെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. ഇപ്പൊ പ്രായമുള്ളവരെ കണ്ട എഴുന്നേൽക്കുന്നവരുണ്ടോ? പ്രായമുള്ളവരെ കാണുമ്പം എഴുന്നേൽക്കുന്ന ഒരു സമൂഹം ഉണ്ടോ എന്ന്? പ്രായമുള്ളവർ ഫ്രണ്ടിലൂടെ നടന്നു പോയാൽ പോലും അവർ അറിയുന്നില്ലല്ലോ, അവർ ഫോണിലല്ലേ. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. ഇതെല്ലാം ഈ പുസ്തകത്തിലുള്ള കാര്യമാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും, ഏത് പ്രായക്കാരെ, കുഞ്ഞുങ്ങളാകട്ടെ, അവരെയും ബാലശിക്ഷയിലും പത്യോപദേശത്തിലും നടത്തുക. അവരും അനുഗ്രഹിക്കപ്പെടണം. കുഞ്ഞുങ്ങളെ ആ നിലകളിൽ വളർത്തുക. നോഹയുടെ കാലത്ത്, ഞാൻ ഇന്നെടുത്ത ഭാഗത്തിനകത്ത് വായിക്കാൻ നേരെയില്ല ദൈവദാസനെ,
നോഹയുടെ 3 പുത്രന്മാരിൽ പ്രധാനമായും ഹാം എന്ന് പറയുന്ന പുത്രൻ ശപിക്കപ്പെടാനുള്ളതിന്റെ കാരണം അപ്പന്റെ നഗ്നത. അപ്പനെ പരിഹസിച്ചു, അപ്പനെ പുച്ഛിച്ചു. അപ്പൻ ചെയ്തത് ശരിയാണോ? അപ്പൻ ചെയ്തത് ശരിയല്ല. നോഹ നല്ല വിളവെടുപ്പുണ്ടായി, നല്ല മുന്തിരിയും വിളവെടുപ്പും ഉണ്ടായപ്പം മദ്യപിച്ചു, വീഞ്ഞു കുടിച്ചു. ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാമോ? 39 20 മുതൽ 27 വരെയുള്ള ആ ചരിത്ര ഭാഗം മാത്രം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വായിക്കാം. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ഷേമും യാഫേത്തും ഒരു വസ്ത്രമെടുത്തു, ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് പറഞ്ഞു. ഷേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. എന്തുകൊണ്ട് ഹാം ശാപഗ്രസ്തനായി തീർന്നു? നമുക്ക് വേണേ ചോദിക്കാം, ഹാമിന് ചോദിക്കാം, അപ്പാ അപ്പൻ ചെയ്തതാണോ തെറ്റ്, ഞാൻ ചെയ്താണോ? അപ്പൻ വീഞ്ഞു കുടിച്ചു, വിവസ്ത്രനായി കിടന്നു. അതെന്റെ സഹോദരങ്ങളോടെല്ലാം വന്ന് പറഞ്ഞു, അപ്പൻ എന്താണ്ട് ഇവിടെ വസ്ത്രമില്ലാതെ കിടക്കുന്നു, വന്ന് കാണണടാന്ന് എൻ്റെ സഹോദരന്മാരോടൊക്കെ ഞാൻ പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞാണോ തെറ്റ്, അത് അപ്പൻ ചെയ്താണോ തെറ്റ്? ഇങ്ങനെ ചോദിക്കുന്നവരല്ലേ ഇന്ന് ലോകത്തിൽ. പക്ഷേ നീ പറഞ്ഞതും അപ്പൻ ചെയ്തതും ശരിയും തെറ്റുമൊക്കെ വിധിക്കാൻ മേളിൽ ഒരാളുണ്ട്. നിങ്ങൾ വിധികർത്താക്കന്മാരായി തീരരുത്. യേശു പറഞ്ഞു, വിധിക്കരുത്, മറ്റുള്ളവരെ വിധിക്കുന്നവരായി തീരരുത്. മനുഷ്യൻ ചെയ്ത ഏത് തെറ്റും ശരിയും ഒരു ദിവസം ന്യായവിസ്താരത്തിങ്കൽ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു. ഹാമേ, അപ്പന്റെ നഗ്നത പ്രസിദ്ധപ്പെടുത്തിയ, പരസ്യമാക്കിയ താങ്കളുടെ ജീവിതം ഒരു പരാജയമായി. എന്നാൽ അപ്പന്റെ നഗ്നത കാണുവാൻ മനസ്സില്ലാതെ വിമുഖതയോടെ ഒരു വസ്ത്രം കൊണ്ടുവന്ന് അപ്പന്റെ മേൽ പുതപ്പിച്ച് അപ്പന്റെ നഗ്നത വെളിപ്പെടുത്താതെ അതിലേക്ക് നോക്കാതെ മടങ്ങിപ്പോയ ബാക്കിയുള്ള സഹോദരങ്ങൾ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി. സഹോദരങ്ങളെ, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം വേണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണ്ടേ? ദൈവോൻഭാഗം മാനിക്കപ്പെടണ്ടേ? ജീവിതത്തിലൊരു നന്മയുണ്ടാകണ്ടേ? എവിടെങ്കിലുമൊക്കെ രൂപാന്തരപ്പെടാനുണ്ടെങ്കിൽ നമുക്ക് രൂപാന്തരപ്പെടണ്ടേ? ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, യഹോവേ എൻ്റെ അധരദ്വാരത്തിന് അവിടുന്ന് ഒരു കാവൽ ഏർപ്പെടുത്തണം. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ നാവുകളെ സൂക്ഷിക്കുവാൻ എനിക്ക് കൃപ തരണം. ആത്മസമീപനമില്ലാത്ത മനുഷ്യൻ പട്ടണത്തിന്റെ പൊളിഞ്ഞ മതിൽ പോലെയാണ്. യേശു പറഞ്ഞു, മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവന്റെ അകത്തേക്ക് പോകുന്നതൊന്നുമല്ല, അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഹാമിനെ പോലെയാകാതെ അനുഗ്രഹപാത്രത്തിന് കാരണക്കാരായി തീരൂ. ഞാൻ 2-3 കുറെ റെഫറൻസുകൾ നിങ്ങൾക്ക് ഇന്ന്, ഒത്തിരി കാര്യങ്ങൾ ഞാൻ രേഖപ്പെടുത്തി, പക്ഷെ എല്ലാം പറയാൻ നേരമില്ല. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 23, 24, 25 വേദഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 2:3. കൊരിന്ത്യർ എടുത്തോ? എടുത്തെങ്കിൽ അതൊന്ന് വായിച്ചു. എടുത്തത് വായിച്ചു. കണ്ണിന് കൈയോട് നിന്നെയും കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെയും കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. കണ്ണ് ചെവിയോട് പറഞ്ഞുകൂടാ,
നിന്നെയും കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന്. കൈ കാലിനോട് പറഞ്ഞുകൂടാ, നിന്നെയും കൊണ്ട് എനിക്ക് ആവശ്യമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഈ ബോഡി ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. എല്ലാവരും വേണം. ഹല്ലേലൂയ. ആരെയും വില കുറച്ച് കാണരുത്. ഒരു കേടായ ക്ലോക്ക് പോലും, പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു ക്ലോക്ക് പോലും ഒരു ദിവസം 2 തവണ കൃത്യമായിട്ട് അത് സമയം കാണിക്കുന്നുണ്ട്. ഓടാത്ത ഒരു ക്ലോക്ക് പോലും, പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു ക്ലോക്ക് പോലും ഒരു ദിവസം 2 തവണ കൃത്യമായി അത് സമയം കാണിക്കുന്നുണ്ട്. കണ്ണ് ചെവിയോട് പറഞ്ഞുകൂടാ, കാല് കൈയോട് പറഞ്ഞുകൂടാ, ഞാൻ വലിയവൻ നീ ചെറിയവൻ പറഞ്ഞുകൂടാ. ദൈവം ഓരോ അവയവങ്ങളെയും ഓരോ കാര്യങ്ങൾക്കായി പൊസിഷൻ ചെയ്തിരിക്കുന്നു. ഒരവയവത്തെ തോപ്പിച്ചുകൊണ്ട് മറ്റൊരവയവം വിജയിക്കാൻ ശ്രമിക്കരുത്. ഒരവയവത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരവയവം ആളുകളിക്കാൻ ശ്രമിക്കരുത്. എല്ലാ അവയവങ്ങൾക്കും ദൈവം അതതിന്റെ പ്രാധാന്യത കൽപ്പിച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. ഫിലിപ്പിയർ 2:3 വാക്യം വായിക്കാമോ? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ, ശാഠ്യത്താലും ദുരാഭിമാനിയായും ഒന്നും ചെയ്യാതെ, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഈ ഒരൊറ്റ വാക്യം ഏറ്റെടുത്താൽ ഈ ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. കുടുംബ കോടതികൾ അടച്ചുപൂട്ടും. ഈ ഒരൊറ്റ വാക്യം, മറ്റുള്ളവൻ താഴ്മയോടെ ഒരുത്തൻ മറ്റൊരുത്തനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിയാൽ പിന്നെ ഇവിടെ കുടുംബ കോടതി കാണില്ല, പോലീസുകാർക്ക് പണി കാണത്തില്ല. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. കുടുംബജീവിതത്തിൽ ഞാനാണോ വലുത് നീയാണോ വലുതെന്നുള്ള ചോദ്യത്തിന്റെ മുൻപിലാണ് കുടുംബജീവിതങ്ങൾ തകരുന്നത്. ചില കുടുംബങ്ങളിൽ മക്കൾക്ക് ജയിക്കണം, മാതാപിതാക്കളും വിടില്ല, ഞങ്ങൾക്കും ജയിക്കണം, പ്രശ്നമാകുന്നു. എന്നാൽ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിയാൽ, മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരുന്നാൽ, ഈ പൊതുവെ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മൗനം സമ്മതം. പക്ഷേ വേദപുസ്തകം പഠിക്കുന്ന അനുസരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. മൗനം സമ്മതമല്ല. മൗനമായിട്ടിരിക്കുന്നത് ആ കാര്യം ശരിയായോണ്ടല്ല, തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞോളാൻ. മൗനം സമ്മതമായോണ്ടല്ല. 30 കൊല്ലം നിന്റെ അപ്പനാര് നിന്റെ പിതാവാരെന്നുള്ള ചോദ്യം പുത്രനോട് ചോദിക്കുമ്പം മിണ്ടാതിരുന്നത് അപ്പൻ ആരാന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. മിണ്ടാതിരുന്നത് ഒരു ദിവസം സ്വർഗം തുറന്ന് പരസ്യമായിട്ട് ഈ ചോദിച്ചവനോടല്ല അതിന് ഉത്തരം പറയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദമുണ്ടായി. സഹോദരങ്ങളെ, ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. എണ്ണാൻ പറ്റുന്നില്ലല്ലോ. അതല്ലേ പ്രശ്നം. എല്ലാവരും മിടുക്കന്മാരല്ലേ, എല്ലാവരും മിടുക്കിമാരല്ലേ. ആർക്കും എങ്ങും തോറ്റു കൊടുക്കാനും താഴ്ന്നു കൊടുക്കാനും താല്പര്യമില്ലല്ലോ. എല്ലാവർക്കും വിജയിക്കണം, എല്ലാവർക്കും ജയിക്കണം. ഈ ലോകത്തിൽ നമ്മൾ വെട്ടിപ്പിടിച്ചതും ഈ ലോകത്തിൽ നമ്മൾ നേടിയെടുത്തതും ഈ ലോകത്തിൽ നമ്മൾ അവകാശമാക്കിയതും ഒന്നുമല്ല നമ്മുടെ സമ്പത്ത്. നമ്മൾ വിട്ടുകൊടുത്തതാണ്, വിട്ടുകളഞ്ഞതാണ്, കൊടുത്തതാണ് നമ്മുടെ നിക്ഷേപം. ഈ ലോകത്തിൽ നമ്മൾ വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും തട്ടിയെടുത്തതും ഒന്നും നമ്മൾ കൊണ്ടുപോയില്ല. അതാരനുഭവിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ ചിലർക്ക് കൊടുത്തില്ലേ, സ്നേഹിച്ചില്ലേ, വെട്ടിപ്പിടിക്കാതെ വിട്ടുകൊടുത്തില്ലേ? അതൊക്കെ നിക്ഷേപങ്ങളായി തീർന്നിരിക്കുന്നു. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗീയ നിക്ഷേപങ്ങളായി അതൊക്കെ മാറിയിരിക്കുന്നു. വിട്ടുകൊടുത്തതും കൈ അയച്ചു കൊടുത്തതും വെട്ടിപ്പിടിക്കാത്തതും ക്ഷമയോടെ ഫൊർഗീവ് ചെയ്തതുമാണ് നമ്മുടെ നിക്ഷേപം. താങ്ക് യു ജീസസ്. ഒരുത്തൻ താഴ്മയോടെ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളട്ടെ.
കർത്താവേ, എന്നെ തന്നെ നിന്റെ കരങ്ങളിൽ നൽകുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങേ മാനിക്കുവാൻ, അങ്ങേ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തിന് മഹത്വകരമായി നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന ദൈവത്തോട് എത്ര പേർ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? കണ്ണുകളെ അടയ്ക്കാം. ദൈവകരങ്ങളിലേക്ക് ഈ രാത്രി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഈ പ്രതിസന്ധികൾ, ഈ സാഹചര്യങ്ങളൊക്കെ കഴിയും. കർത്താവിന്റെ വരവ് വൈകുന്നു എങ്കിൽ കർത്താവിന്റെ വരവ് അതിവേഗത്തിൽ സംഭവിക്കും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പക്ഷേ കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ കൊറോണയൊക്കെ പോകും. കുറെ നാൾ കഴിയുമ്പോൾ ഇതിനൊക്കെ പ്രതിവിധികൾ ഉണ്ടാകും. പക്ഷെ നീ വിശ്വാസത്തിൽ കാണണം, നീ ദൈവസന്നിധി കാണണം. ഈ ഒരു സാഹചര്യത്തിന് നടുവിൽ നിന്റെ മനസ്സിളകി എല്ലാത്തിനും പോയി തലയിട്ട് ജീവിതം നശിപ്പിച്ച് കളയരുത്. ഒരു ലൈഫേ ഈ ഭൂമിയിലുള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. അത് കർത്താവിനെ മാനിച്ചും ദൈവത്തെ സ്നേഹിച്ചും തൻ്റെ വചനമനുസരിച്ചും അവനുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നും അവന്റെ സാക്ഷിയായി ജീവിക്കാനുള്ളതാണ്.